എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മുല്ലച്ചെടിയൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ദിവസം തുടങ്ങുക. അപ്പോൾ പുതിയ ഇലകളൊക്കെ പൊടിച്ച് വന്നിരിക്കുകയാണ് നമ്മൾ മുല്ലച്ചെടിക്കൊക്കെ. അപ്പം ഈ ചെടി എന്ന് പറഞ്ഞാൽ എന്താണ്, നിത്യകല്യാണിയോ അങ്ങനെ എന്തോ ആണ് അതിനെ പറയണം കേട്ടോ. നല്ല പേരല്ലേ നിത്യകല്യാണി, എന്താ നല്ല രസമുണ്ട് പേര്, കുട്ടികൾക്കൊക്കെ ഇടാല്ലേ. അപ്പം ഇന്നിപ്പോൾ രാവിലെ നമ്മൾ പണികളിലോട്ട് കിടക്കുകയാണ്. ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇച്ചിരി ഒന്ന് താമസിച്ചു പോയി. എന്നാലും നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല ജനുവരി ആണ്, എന്നാൽ പോലും നല്ല മഞ്ഞ് കിടക്കണുണ്ട്. അപ്പം ഞാനിന്നിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വാരാൻ പോവാണ്. നല്ല പൊടിയാണ് കേട്ടോ, റോഡിലെ പൊടി അത്രയും നമുക്ക് ഇങ്ങ് കയറും കേട്ടോ. ഞാനിന്ന് ഫാന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ അത് വരും കേട്ടോ. ഫാന് ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണേ, നമ്മളൊരു 3 മാസം മുമ്പ് ഇവിടെ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്തായിരുന്നു. അന്നേരം ഫാനൊക്കെ ക്ലീൻ ആക്കിയതാണ് കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ നമ്മുടെ ഫാന് നിറയെ പൊടിയെന്ന് വെച്ചാൽ നല്ല കറാന്നങ്ങനെ ഇരിക്കുകയാണ്. വെള്ള ഫാനാണ് കേട്ടോ വാങ്ങിയിട്ടിരിക്കുന്നത്. അപ്പം അതിൽ അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, ഇത്രോനും പൊടികൾ നമ്മളെ ശ്വാസകോശത്തിലോട്ട് അങ്ങോട്ട് കയറി പോവല്ലേ, നമ്മളിതുവല്ലോ അറിയണുണ്ടോ? അല്ല ഞാൻ ചോദിക്കുന്നേ, ഈ പൊടികളെല്ലാം ഇങ്ങനെ പറ്റി ഓടിച്ചിരിക്കുമ്പോൾ നമ്മളെ ശ്വാസകോശത്തിലും ഇതൊക്കെ പോവല്ലേ? എനിക്കാണെങ്കിൽ പൊടി അടിച്ചു കഴിഞ്ഞാൽ അപ്പം ഉണ്ട് തുമ്മൽ, ഭയങ്കര തുമ്മലാണ്. അത് കാരണമാണെങ്കിൽ ഞാൻ മാസ്കൊക്കെ കെട്ടിയിട്ടാണ് കേട്ടോ ചില സമയത്ത് ജോലികളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ റോഡിലൊക്കെ വന്ന് തൂക്കം മാസ്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാണക്കേടാണ് കേട്ടോ. റോഡിലൊക്കെ എപ്പോഴും ആൾക്കാരൊക്കെ പോകുന്നതല്ലേ, അപ്പം റോഡിലൊക്കെ വെച്ചിട്ട് മാസ്കൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ. നാണക്കേടെന്നല്ല, ഒരു ചമ്മലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെയൊന്നും കെട്ടാറില്ല. പക്ഷേ ഈ പൊടികളടിക്കുമ്പോഴും അലമാര ഒതുക്കുമ്പോഴും നന്നായിട്ട് ഈ കട്ടിലൊക്കെ നീക്കി തൂക്കുമ്പോഴും ഒക്കെ മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും തുണി കൊണ്ടൊക്കെ മുഖമൊക്കെ പൊത്തിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ നിത്യകല്യാണി എന്ന് പറഞ്ഞ ചെടീനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറിയ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എൻ്റെ അമ്മമ്മേൻ്റെ വീട്ടിലാണ് കേട്ടോ. അമ്മമ്മേൻ്റെ വീട്ടിൽ നമ്മൾ കുറേ കാലം അവിടെ നിൽക്കുമായിരുന്നു കേട്ടോ. അച്ഛനൊക്കെ പുറത്തായിരുന്ന സമയത്ത് അമ്മമ്മേൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പം നമ്മളെ വീട്ടിൽ ഈ ചെടികളോ പൂക്കളോ ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മളെ വീടെന്ന് പറയുന്നത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ നടുക്കായിരുന്നേ. അപ്പോൾ റബ്ബറിൻ്റെ ഈ വേരുകളെല്ലാം കൊണ്ടിട്ട് നമുക്ക് ഒരു ചെടി പോലും അവിടെ പൂക്കണ ഒരു ചെടിയും പൊടിക്കത്തില്ല കേട്ടോ. നമ്മൾ കവറിലൊക്കെ വാങ്ങി വെച്ചാൽ പൊടിക്കുമെങ്കിലും എന്തോ അത് പൂക്കുകയൊന്നും ചെയ്യില്ല. അന്ന് ചട്ടിയിൽ നടന്ന ഒരു ഇതൊന്നും അവിടെ അധികം ഇല്ല. തീരെ നാട്ടുപ്രദേശമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മണ്ണിലാണ് നടുന്നത്. അപ്പം ഞാൻ ഇന്ന് ഈ ഇടയ്ക്കാണ് ആലോചിച്ചത്, നമുക്ക് ചട്ടിയിലാണെങ്കിൽ നടായിരുന്നു അല്ലേ. പക്ഷേ ഈ ഇടയ്ക്കാണ് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചത്. പക്ഷേ അവിടെ നാട്ടിൻ പ്രദേശം ആയതുകൊണ്ട് എല്ലാവരും ഈ മണ്ണിലാണ് നടുന്നത്. അപ്പോൾ അടുത്തുള്ള വീട്ടിലൊക്കെ നല്ല റോസാ ചെടികൾ ഇങ്ങനെ പൂത്ത് നിൽക്കും. അവിടെ ഒരു ചിന്നു പ്രിയ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ദിവസം സ്കൂളിൽ പോകുമ്പോൾ തല നിറയെ റോസാപ്പൂക്കളൊക്കെ വെച്ചുകൊണ്ടാണ് പോവുക. അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ് കേട്ടോ, നമ്മളെ വീട്ടിൽ മാത്രം ചെടിയില്ല. എന്നാൽ ചട്ടിയിൽ വാങ്ങി വെക്കാമായിരുന്നു കേട്ടോ. ആ ഐഡിയ അപ്പോഴില്ല, നമ്മൾ കുട്ടികളല്ലേ, നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പം അവിടെ എന്താണ്, ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കമ്പൊക്കെ കൊണ്ടുവന്ന് നട്ടിട്ട് എവിടുന്നെങ്കിലും ഒരു റോസാപ്പൂവിനെയൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ആ കമ്പിൽ വെച്ചിട്ട് എൻ്റെ പൂ പൂത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അന്നൊന്നും നമ്മൾ ഈ കടയിൽ നിന്നൊന്നും ചെടികൾ വാങ്ങണ പരിപാടിയേ ഇല്ല കേട്ടോ. നമുക്ക് ഈ നാടൻ റോസൊക്കെ തറയിൽ നട്ട് മണ്ണിൽ നട്ട് വളർത്തണതാണ് ആളുകൾ ചെയ്യണതൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇരിക്കെ എൻ്റെ അച്ഛൻ ബാംഗ്ലൂർ പോയിട്ട് വന്നപ്പം ഒരു ചട്ടിയിൽ ഒരു ചെടി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞങ്ങളെ പട്ടി നശിപ്പിച്ച് കളഞ്ഞു. അത് പക്ഷെ പൂത്തിട്ടൊന്നുമില്ലായിരുന്നു. ആ വന്നപ്പോൾ ഒരു പൂവൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അതെൻ്റെ പട്ടി നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ ചെടികളെ പറ്റിയുള്ള എൻ്റെ ആഗ്രഹം. അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ ഞാനൊരു വീടൊക്കെ വയ്ക്കുമ്പോൾ എനിക്ക് നിറയെ ചെടികളും പൂക്കളും ഒക്കെ ഉള്ളവരിത് വരുന്നു. അപ്പം ഞാൻ ഈ നിത്യകല്യാണീൻ്റെ കാര്യം പറയാൻ വന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിൻ്റെ ആ ഒരു സൈഡിൽ നമ്മളെ കുടുംബ വീടിരുന്നു, അത് നമ്മുടെ വസ്തുവല്ല കേട്ടോ, എൻ്റെ മാമൻ്റെ സ്ഥലമാണ്. അവിടെ ഒരു
നിരപ്പുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഒരു വലിയ കാരമരവും പിന്നെ നല്ല നിരപ്പുള്ള അത് പുൽമേട് പോലെ ഇരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഈ പുല്ലൊക്കെ വളർത്തി നടുവല്ലോ മുറ്റത്ത്, അതുമാതിരത്തെ നാടൻ ഗ്രാസ് ഇങ്ങനെ പടർന്ന് കിടക്കും കേട്ടോ. നല്ല നിരപ്പുള്ള ഒരു പ്രദേശമായിരുന്നേ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ റെയിൻ ലില്ലി എന്ന് പറയുന്ന ചെടിയും അതുപോലെ ഈ നിത്യ കല്യാണി പല കളറും അവിടെ ആ പൊടിച്ചിങ്ങനെ പൂത്ത് നിൽക്കും കേട്ടോ. അപ്പം നമ്മൾ ഈ കസിൻസ് കുട്ടികളാണേ, നമ്മളെല്ലാവരും കൂടെ ചെന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് ആ തറയില്ലേ, ഈ പുല്ല് വളർന്ന് കിടക്കണ നിരപ്പുള്ള തറ, അവിടെ പോയി ഇങ്ങനെ കിടക്കും കേട്ടോ. കിടന്നിങ്ങനെ കണ്ണൊക്കെ അടച്ച് വരുമ്പോഴത്തേക്ക് ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതെൻ്റെ ഒരു ഭയങ്കര ഒരു ഓർമ്മകളാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ഇപ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരും അവരവരുടെ സ്ഥലങ്ങൾ കൊടുത്ത് സിറ്റിയിലോട്ടൊക്കെ മാറിക്കഴിഞ്ഞു കേട്ടോ. ആ നാട്ടിൻ പ്രദേശമൊക്കെ എല്ലാവരും ഈ ഭാഗങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വിറ്റ് കളഞ്ഞു കേട്ടോ. അപ്പം കുറേ കസിൻസൊക്കെ വരും കേട്ടോ നമ്മളെ കളിക്കാനായിട്ട്, എല്ലാവരും വെക്കേഷനൊക്കെ വരും. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ 2-3 പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വിഷമം. നമ്മുടെ ഈ സ്ഥലങ്ങൾ പോയല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഓടി കളിച്ച് വളർന്ന നമ്മളെ താളിമാവും പിന്നെ നമ്മുടെ പാറയകത്താണെങ്കിൽ ഒരു തൊട്ടാവടി ചെടി തൊട്ടാവടിയല്ലല്ലോ, എന്താ അതിൻ്റെ പേര് പറയുക, മുള്ളുള്ള ഒരു തൊട്ടാവാടി എന്നാണെന്ന് തോന്നുന്നു അതിനെ പറയുന്നത് കേട്ടോ. അതിലൊരു കറുത്ത കാ വരുന്ന ഒരു മുള്ളുള്ള ചെടി, തൊട്ടാവാടി എന്നല്ല അതിനെ പറയുന്നത്, എന്തോ മുള്ളുള്ള ഒരു ചെടിയാണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ തൊടലി എന്നാണ് പറയുന്നത് കേട്ടോ. എനിക്ക് അറിയില്ല അതെങ്ങോട്ടൊക്കെ എങ്ങനെയാണ് പറയണത്. തൊടലിയുടെ കായെന്ന് പറയും. അത് ചെറിയ കറുത്ത മണികൾ പോലത്തെ കായാണ് കേട്ടോ തൊടലിക്ക. അതൊക്കെ നമ്മൾ പറിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു കാലം. പിന്നെ പച്ച പുറത്തിച്ചക്ക, അതായത് ഇളം പരുവായ പുറത്തിച്ചക്കയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ പാറയിൽ തല്ലിയൊക്കെ കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 1-2 കസിൻസിന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ നാടൊക്കെ വിട്ടുപോയതിലുള്ള വിഷമം. ബാക്കി ആർക്കും അങ്ങനെ വിഷമമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് അവിടെ നിന്ന് വിട്ട് വന്നതിലൊക്കെ വലിയ സങ്കടമാണ് നമ്മളെ ഇതൊക്കെ. അപ്പം ഞാൻ ഈ നിത്യ കല്യാണി എന്ന് പറയുന്ന ആ ചെടിയില്ല, വയലറ്റും വെള്ളയൊക്കെ ഉള്ള പൂക്കൾ, അതെനിക്ക് എവിടുന്നോ കിട്ടിയതാണ് കേട്ടോ. അപ്പം ഞാനത് ഞാൻ നടക്കാനായിട്ട് പോയ സമയത്ത് ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഇത് നിറയെ പൂത്ത് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ചേച്ചി മുറ്റം അടിച്ചിട്ട് നിൽക്കാമായിരുന്നേ. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞ് എനിക്ക് അതിൽ നിന്ന് ഒരു 2 തൈ തരുമോ എന്ന് ചോദിച്ചിട്ട് ആ ചേച്ചി എനിക്ക് അന്നൊരു 2 കുഞ്ഞ് തൈ തന്നതാണ് കേട്ടോ. അതിനെ ഞാൻ കൊണ്ടുവന്ന് അതിൽ വെച്ചിട്ട് അത് പൊടിക്കുമെന്നൊന്നും ഞാൻ ഓർത്തില്ല. പിന്നെ അതൊരു ചെടിച്ചട്ടിയിൽ വെച്ചിരുന്നു. എന്നിട്ട് ഞാനത് മഴയത്തെടുത്ത് വെച്ച്. അന്നൊരു മഴ സമയമായിരുന്നു കേട്ടോ. മഴയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെടി അങ്ങോട്ട് പൂത്ത് നിൽക്കുന്നതുണ്ട് കേട്ടോ. പിന്നെ എനിക്കത് ഭയങ്കര നൊസ്റ്റു ഫീലിങ്ങാണ്. ആ ചെടി കാണുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ആ ഒരു സമയം ഓർക്കും കേട്ടോ, ആ ഒരു ഓടി കളിച്ച് നടന്നതൊക്കെ. അപ്പം ചില ആളുകൾക്ക് നമ്മൾ ജനിച്ച് വളർന്ന നാട് വിട്ടുപോയാലും വലിയ വിഷമമൊന്നും വരില്ല. പക്ഷേ എന്നെപ്പോലെയുള്ളവർക്കൊക്കെ അത് ഭയങ്കര ഒരു വിഷമമുള്ളൊരു ഏർപ്പാടാണ് കേട്ടോ. ആ ഒരു പ്ലേസും ആ ഒരു പാറയും കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ വരും കേട്ടോ. പിന്നെ ഞാനങ്ങോട്ട് സങ്കടം വിഷമമൊന്നും അധികം വയ്ക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ എന്തായാലും എവിടെ നിന്നൊക്കെ നമ്മൾ പോവേണ്ടി വന്നാൽ, എവിടെ നിന്നൊക്കെ നമ്മൾ നാട് മാറി വന്നാലും നമ്മൾ ഇപ്പോൾ വന്ന് എത്തിപ്പെട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റുകാൽ അമ്മയുടെ നടയിൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ കോവിലും കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും കേട്ടോ. ഇടയ്ക്ക് നമ്മൾ പോകണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കില്ല. അങ്ങനെയൊക്കെ എൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ ഇന്ന് കഴിഞ്ഞ് ഇങ്ങനെ വന്ന സമയത്ത് ചോമിയമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോമിയമ്മ വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒരു വീടുണ്ട് കേട്ടോ അവിടെ ശാസ്തമംഗലം. അപ്പോൾ അവിടെ പോകുന്ന കാര്യം എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് വൃത്തിയാക്കാൻ ആൾ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ. വന്ന് എന്നെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പോൾ എനിക്കിത് രാത്രിയായപ്പോൾ തണ്ണിമത്തൻ ജ്യൂസും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നാളത്തെ വിശേഷമായിട്ട് വീണ്ടും വരാം. ടാറ്റാ.